ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ OTTയിലേക്ക് എത്തുകയാണ്. OTTയിൽ സിനിമ എത്താൻ പോകുന്നത് ജനുവരി 16-നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. മമ്മൂട്ടി ലൈക്ക് നെവർ ബിഫോർ ഇൻ കളങ്കാവൽ എന്ന് തന്നെ പറയാം. സോണി ലിവാണ് ഈ ഒരു സിനിമയുടെ OTT വിതരണാവകാശം നേടിയെടുത്തിരിക്കുന്നത്. ഹ്യൂജ് എമൗണ്ടിന് എന്നുള്ളത് തന്നെയാണ് തുടക്കം മുതൽ നമുക്ക് കേൾക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റായി പുറത്തു വന്നത് 10 കോടിയോളം എന്നാണ്. മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ ഇല്ലാതെ എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയാം. അങ്ങനെ ആ ഒരു 10 കോടിക്കുള്ളിൽ നിൽക്കുന്ന ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് തന്നെ ഏകദേശം 85 കോടിയോളമാണ് ലഭിച്ചിരിക്കുന്നത്. 84-85 കോടി എന്നുള്ളതാണ്. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ചിത്രത്തിന് ബിസിനസ് അടക്കം ഏകദേശം 150 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവുമാണ് വരുന്നത്. അതിൽ തന്നെ OTT വിറ്റുപോയിരിക്കുന്നത് ഇതുവരെ ഒരു വമ്പൻ റെക്കോർഡ് തുകയ്ക്ക് എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന സിനിമയ്ക്ക് ഇതിൻ്റെ 3 ഇരട്ടിക്കടുത്തുള്ള എമൗണ്ടാണ് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമായ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിവരങ്ങൾ. എന്തായാലും അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു സിനിമയുടെ പ്രത്യേകത മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഈ ഒരു സിനിമ ഏറ്റവും മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി തൻ്റെ അഭിനയ ജീവിതത്തിലെ 50 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും മികച്ച ക്യാരക്ടറായിട്ട് നിൽക്കുന്നു ഈ ഒരു സിനിമ. മമ്മൂട്ടിയുടെ സമകാലീനരായിട്ടുള്ള നായക നടന്മാർ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ സിനിമകളിലും ഏറ്റവും മികച്ച സിനിമയായി ഈ ഒരു സിനിമ മാറുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച നടനായി മമ്മൂട്ടിയെ വീണ്ടും എത്തിക്കുന്നു ഈ ഒരു ചിത്രം. ഇതെല്ലാമാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതേപോലെ തന്നെ തൻ്റെ സമകാലീനരായിട്ടുള്ള ഇന്ത്യയിൽ ഉള്ള നടന്മാരിൽ അദ്ദേഹത്തിന് വ്യത്യാസം, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള നടന്മാരിലും ഉള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യാസം ഈ ഒരു സിനിമ കാണിച്ചു തരുന്നു. നായകനിൽ നിന്ന് വില്ലനിലേക്ക് പൂർണ്ണമായും ചേക്കേറുന്ന ആ ഒരു കാര്യം. പല നടന്മാരും വില്ലന്മാരായി നായകന്മാരായി കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാറില്ല. ഇവിടെ മമ്മൂട്ടി ആ ഒരു കൂടും പൊളിച്ചിറങ്ങി ഇപ്പോൾ ഏറ്റവും വലിയ നടനിലേക്ക് പിന്നെയും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ മമ്മൂട്ടിയുടെ ചിത്രം ഓസ്കാറിന് പ്രദർശിപ്പിക്കുന്നു 2 ദിവസങ്ങൾ കഴിയുമ്പോൾ. അവിടുത്തെ പ്രത്യേക കാറ്റഗറിയിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുകളിലേക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ ഒരുപാട് പേർ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടേതല്ലാതെ വേറെ ആരുടെയെങ്കിലുമാണ് ഈ ഒരു സിനിമയെങ്കിൽ ഇപ്പോൾ ഒരു 300 കോടിക്ക് മുകളിലെങ്കിലും എത്തിയേനേം എന്നുള്ളതാണ്. എടുത്തു പറയുന്ന മറ്റാരെയല്ല, മോഹൻലാലിൻ്റെ ആയിരുന്നെങ്കിൽ എത്തിയേനേം എന്നുള്ളതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്ര നല്ല സിനിമകൾ ഡെലിവറി ചെയ്യുന്ന ഒരേ ഒരു നടൻ മമ്മൂട്ടിയാണ്. ഇതിൻ്റെ കാൽഭാഗം നല്ലതാണെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ 100-200 കോടി അടിക്കും. അത് അങ്ങനെ തന്നെയാണ് ജനങ്ങൾ കാണുന്നു എന്നുള്ളത്, ആരാധകർ കാണുന്നു. ഇവിടെ മമ്മൂട്ടി സിനിമ ആരാധകർ തന്നെ കാണുന്നത് കുറഞ്ഞതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ആരാധകർ ആരും കണ്ടില്ല എന്നല്ല, ഇനിയും ഒരുപാട് ആരാധകർ കാണാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം വിട്ടുകളഞ്ഞ് OTTയിൽ വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാം മികച്ച നടനം എന്താണ്, മികച്ച നടന പ്രതിഭ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 50 വർഷമായി നിങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും മാണിയടിച്ചുറപ്പിക്കുന്ന കാര്യം തന്നെയാണ് മമ്മൂട്ടി ഇതിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാത്ത ഓരോ വ്യക്തിക്കും ഇതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമാകും ഈ ഒരു സിനിമ OTTയിൽ കാണുമ്പോൾ. എന്താണേലും അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു സിനിമ വീണ്ടും OTTയിലേക്ക് എത്തുമ്പോൾ സിനിമ 45-50 ദിവസങ്ങളായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞ് ഓടുന്നത്. ഇന്ന് 37-ാം ദിനവും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആയി പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.